Hello guys, welcome back to another episode of our series. അപ്പോൾ ഇന്നത്തെ ബിൽഡ് എന്ന് പറയുന്നത് സാധാരണയെക്കാളും കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിൽഡാണ്. കാരണം ഇന്ന് നമ്മൾ നമ്മുടെ ആ ഒരു ബാക്കിലുള്ള ഡേർട്ട് വാളിൽ മൈൻക്രാഫ്റ്റ് എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അപ്പുറത്തെ സൈഡിലായിട്ടുള്ള ഷോപ്പിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ മണ്ടയിൽ ഒരു ആപ്പിൾ കണ്ടോ ഈ തലയിൽ കാണാൻ നല്ല ഇതായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇതെടുക്കുന്നത്, ഇങ്ങനെ ബാക്കിലായിട്ടുള്ളത്. നോക്കിയപ്പോൾ നല്ല രസമായിട്ടുണ്ടായി, നല്ല ഫണ്ണി ആയിട്ടുണ്ട്. ഓക്കെ, കോമഡി ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് ഈ ഒരു വാള്, ഇതാണ് ഡേർട്ട് വാൾ. ഓക്കെ, അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ബിൽഡാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു ലോഗോ ക്രിയേറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അവിടെയായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്റ്റോണ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ അവിടെ നമ്മുടെ ഡേർട്ട് തന്നെ ആക്കുന്നുണ്ട്. അതാണൊരു രസമായിട്ടുള്ളത്. ഒന്നെങ്കിൽ സ്റ്റോൺ ആണെങ്കിൽ ഫുൾ സ്റ്റോൺ ആക്കണം, അല്ലെങ്കിൽ ഡേർട്ട് ആണെങ്കിൽ ഫുൾ ഡേർട്ട് ആക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. ദെൻ നമ്മൾ ആദ്യത്തെ മൈൻക്രാഫ്റ്റ് എന്നുള്ളതിനകത്തിലെ ആണ് ഇത് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഞാനൊരു 3-4 വട്ടമെങ്കിലും പൊട്ടിച്ചിട്ട് ചെയ്തായിരുന്നു. കാരണം സ്ഥലം തികയാതെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുതരാം, എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ ബാനർ ഉണ്ടല്ലോ, ആ ബാനറിൽ മൈൻക്രാഫ്റ്റ് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അതിനകത്തെ നോക്കിയിട്ട് ഒരു ബുക്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ മൈൻക്രാഫ്റ്റ് ഇങ്ങനെ ബ്ലോക്കിലാവുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതേണ്ടതെന്നൊക്കെ ഞാൻ കുറേ നോക്കിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ ആണ്. ഐക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ കുറേ ബ്ലോക്ക് അങ്ങനെ നേരത്തെ താഴോട്ട് വെച്ചാൽ മതി. പിന്നുള്ളത് ആണ്. അത്യാവശ്യം നല്ല ടഫായിരുന്നു. കാരണം ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇതുപോലെ കിട്ടാനായിട്ട് അത്യാവശ്യം സമയമെടുത്തു. ബട്ട് സ്റ്റിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം MIN വരെ ഞാനിവിടെ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കാണാൻ ഏകദേശം കുഴപ്പമില്ല, നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, അത് മതി, നമുക്ക് വായിച്ചാൽ മതിയല്ലോ. ദെൻ നമുക്ക് ആണുള്ളത്. അപ്പോൾ ആണ് ഞാനിവിടെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്കും വലിയ ടഫില്ലായിരുന്നു, കാരണം അതൊരു സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആണ് ഞാനിവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതേപോലെ ഞാൻ പെട്ടെന്ന് തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയും വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയത്. കാരണം സൈസിൻ്റെ കുഴപ്പം. അതായത് ഞാൻ താഴ്ഭാഗത്തായിട്ടുള്ള ആ ഒരു ലൈൻ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്തോ പോലെ ആവും. ഇതേപോലെ മാത്രം ഇച്ചിരി വലുതായിപ്പോയി ഗൈസ്, കാണാൻ തന്നെ എന്തോ പോലെ ആയി. അപ്പോൾ എനിക്ക് എന്തോ പോലെ ആയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഫുൾ നമ്മൾ ആദ്യം വെച്ച MIN ഉണ്ടല്ലോ, അത് ഫുൾ പൊട്ടിച്ചിട്ട് ഇതേപോലെ ഈയുടെ കറക്റ്റ് സൈസിനനുസരിച്ചിട്ട് ഞാൻ ആക്കി എങ്ങനെയാണ്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിനിയുള്ളത് മൈൻക്രാഫ്റ്റ് എന്നുള്ളതിൻ്റെ ആണ്. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈനിൽ നിന്ന് എഴുതാനുള്ള സ്ഥലമേ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ താഴെയായിട്ട് ചെറുതായിട്ടാണ് ഈ ക്രാഫ്റ്റ് എന്നുള്ളത് എഴുതി കൊടുക്കുന്നത്. സോ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് സ്ഥലം നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതേപോലെ വെച്ച് നോക്കി, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഡീപ് സ്ലൈറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ ഷോപ്പിലൊരു കസ്റ്റമർ കാര്യങ്ങളൊക്കെ വന്നിട്ട് സാധനത്തിൻ്റെ വിലയൊക്കെ കേട്ട് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ഇതേപോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മൈൻ വരെ കാണാൻ കൊള്ളാം, ബട്ട് ക്രാഫ്റ്റ് എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും എന്തോ പോലെ ഉണ്ട്, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. MIN അടിപൊളിയാണ്, പക്ഷെ CRAFT കൊള്ളത്തില്ല. എന്ത് ചെയ്യുമെന്ന് ഞാൻ കുറേ വട്ടം തിങ്ക് ചെയ്തു. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചിലപ്പോൾ ആ ഒരു ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഈ ഒരു വാൾ കുറച്ചും കൂടി വലുതാക്കുമെന്നാണ്. ബട്ട് ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇതേപോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി നാളെ വല്ല നോക്കാം. $2,000 years later. ഇപ്പോൾ
ഇപ്പോൾ എൻ്റെ ബാക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മൈൻക്രാഫ്റ്റ് എന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റൊക്കെ എനിക്ക് തോന്നി നാളെ ചെയ്യാമെന്ന്, പക്ഷെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും നടക്കത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുത്തിയിരുന്ന് അങ്ങ് കളിച്ചിട്ട് ഇതേപോലെ നമ്മൾ മൈൻക്രാഫ്റ്റ് അങ്ങോട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം കുറേ സമയം എടുത്തു. ഞാനൊരു 4-5 വട്ടമൊക്കെ പൊട്ടിച്ചിട്ട് വെച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചു. പക്ഷേ സ്റ്റിൽ ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് എന്നുള്ളത് നമുക്ക് എഴുതി വന്നിട്ടുള്ളത്. സോ ഈ എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സേ ഗുഡ് ബൈ.